നമസ്കാരം. റബ്ബർ ഷീറ്റ് പുകക്കിടുന്നതിനുള്ള ഒരു സൂത്രവിദ്യയാണ്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു പുകപ്പുരയാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീഡിയോ എല്ലാവരും കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇതുപോലെ നമുക്ക് ഇതിനകത്തേക്ക് റബ്ബർ ഷീറ്റ് ഇടുവാനും അതുപോലെ എടുക്കുവാനും വളരെ നിഷ്പ്രയാസം പറ്റും. ഒരേ സമയം തന്നെ നമുക്ക് ഏകദേശം 200-ൽ കൂടുതൽ ഷീറ്റ് ഇവിടെ വെച്ച് തന്നെ നമുക്ക് പുകക്കിടാൻ വേണ്ടി സാധിക്കും. വീഡിയോ എല്ലാവരും കാണുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 1.5 മീറ്റർ പൊക്കത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ കൽഭിത്തിയുടെ അകത്ത് ഏകദേശം 1.5 അടിയോളം പൊക്കത്തിൽ സ്ലാബ് വാർത്ത് ഇടാനുള്ള സംവിധാനം നമ്മൾ ആദ്യം എടുക്കണം. അതിനുശേഷം കല്ലിൻ്റെ ഓരായം അല്ലെങ്കിൽ കല്ലിൻ്റെ അകലങ്ങൾ തമ്മിലുള്ള ഭാഗത്ത് സിമൻറ്റ് അതുപോലെ കുമ്മായം തേച്ച് ചാന്ത് തേച്ച് പിടിപ്പിച്ച് പുക പുറത്ത് പോകാത്തക്കവണ്ണം ചെയ്യുകയും കൂടാതെ ഇതിൻ്റെ മുകൾ വശത്തായിട്ട് ഉണക്കാനിടുന്ന തണ്ട് അല്ലെങ്കിൽ കോല് പൊങ്ങി നിൽക്കാതക്കവണ്ണം ചെറിയൊരു ഗ്രൂവ് ഉണ്ടാക്കി അത് സിമൻറ്റ് മെഴുകി റെഡിയാക്കി എടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ അകവശത്ത് വീണ്ടും ഒരു തട്ട് കൂടി ഒരു ഷീറ്റ് കമഴ്ത്തി ഇടുമ്പോൾ എത്രയാണോ അകലം വരുന്നത് അതിനനുസരിച്ച് വേറൊരു തട്ട് കൂടി ഉണ്ടാക്കുക. 2 തട്ട് ഏകദേശം 1.25 അടി അകലത്തിൽ 2 തട്ട് ഉണ്ടാക്കി 2 തട്ടിലും നമുക്ക് ഒരേപോലെ ഷീറ്റുകൾ നിരത്താൻ വേണ്ടി പറ്റും. ഇതുപോലുള്ള ചെറിയ ഗ്രൂവുകളാക്കി ഇതിനകത്ത് ഇരുമ്പ് കമ്പികൾ പാകി വേണം 2 തട്ടും സെറ്റ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ ഇതിന് പുക പുറത്ത് പോകാനായി ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നല്ലപോലെ പുക ഉണ്ടാക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇതിനകത്ത് ഇടേണ്ട സ്ലാബ് മറ്റൊരു സ്ഥലത്തു നിന്ന് ഉണ്ടാക്കി ഇതിന് മുകളിൽ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് യഥേഷ്ടം ഏതാണോ വലിപ്പം വേണ്ടത് ആ വലിപ്പത്തിൽ സ്ലാബ് ഉണ്ടാക്കുക, എടുത്ത് മാറ്റാനൊക്കെ വേണം. അങ്ങനെ ഉണ്ടാക്കിയ സ്ലാബ് കൊണ്ടുവച്ച് മൂടുക. ഇങ്ങനെ ചെയ്താൽ വളരെ സേഫ്റ്റിയായി നമുക്ക് ഷീറ്റിന് തീ പിടിക്കാതെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതുപോലെയുള്ള ഇങ്ങനെ എടുത്ത് മൂടി വെക്കുക. കൂടുതൽ ഗ്യാപ്പില്ലാതെ ചെറിയ തോതിൽ പുക പുറത്തേക്ക് വരുന്നത് പോലെ എത്രയാണ് നമ്മുടെ കുഴിയുടെ നീളം അതിനനുസരിച്ചുള്ള സ്ലാബ് വാർത്ത് ഇതുപോലെ വെച്ച് അകത്ത് കുഴി റെഡിയാക്കി എടുക്കുക. സ്ലാബ് അനങ്ങാതെ കൂടുതൽ ഗ്യാപ്പില്ലാതെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ സ്ലാബ് വെച്ച് കഴിഞ്ഞ് ഈ സ്ലാബിന് ചെറിയ ഹുക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടുന്ന സമയത്ത് സ്ലാബ് എടുത്ത് മാറ്റാം. ഇതാണ് തീരാനുള്ള ഹോൾ വെച്ചിട്ടുള്ളത്. ഇത് കണ്ടാൽ മനസ്സിലാവും, ഹുക്ക് നല്ല ഹുക്കാണ്. ഇത് സെക്കൻഡ് തട്ടാണ്. 2 തട്ടാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. മുകളിൽ തട്ട് താഴത്തൊരു തട്ട്. ഇതിൻ്റെ അകലം കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ മുകളിൽ പാവാനായിട്ട് കവുങ്ങ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മരത്തിൻ്റെ കഷ്ണങ്ങൾ കട്ട് ചെയ്ത് ഇതിനകത്ത് പാവുക. ഷീറ്റ് ഉണക്കാനിടാനായിട്ട് മുളയുടെ കഷ്ണമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. മുളയാകുമ്പോൾ മറ്റുള്ള മരങ്ങളെ പോലെ പെട്ടെന്ന് കത്തിപ്പോവില്ല, നല്ല ബലമാണ്. ഇതിനെ കട്ട് ചെയ്ത് പൊളന്നെടുത്ത് ചെത്തി മിനുക്കി ഇതിൻ്റെ മുകളിലത്തെ തട്ടിലായും താഴത്തെ തട്ടിലായും നിരത്തി നമുക്ക് വെക്കാം. ഈ പുകപ്പുരയുടെ പ്രധാനമായ ലക്ഷ്യം നമ്മൾ ചിലവ് കുറക്കുക എന്നുള്ളതാണ്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ മുളയുടെ കഷ്ണങ്ങൾ നിരത്തിയിട്ട് ഇതിനകത്ത് ഷീറ്റ് ഉണക്കി ഇട്ട് ഇതൊക്കെയാണ് 2 ഫസ്റ്റ് തട്ട് സെക്കൻഡ് തട്ട് ഇങ്ങനെ 2 തട്ട്. ഒരു തട്ടിൽ ഏകദേശം 100ഓളം ഷീറ്റാണ് ഇടാൻ പറ്റുന്നത്. വളരെ ലളിതമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അടുത്തായി കാണിക്കാൻ വേണ്ടി ഇതിന് പുക ഇടുന്നതാണ്. അടക്കാത്തോട് അതുപോലെ ചേരി മുതലായവയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ആദ്യം ചെയ്തൊരു പുകപ്പുരയാണ്. ഇതൊരു സാമ്പിൾ എന്ന നിലയിൽ ചെയ്തിരിക്കുന്നത്. വളരെ വിജയിച്ചിട്ടുണ്ട്. അതാണ് ഈ വീഡിയോ ഇടാൻ വേണ്ടി കാരണം.
ചിലവും കൂടി കുറച്ച് കുറവാണ്. പഴയ രീതിയിലാണെങ്കിൽ ഒരുപാട് ചിലവുണ്ട്, അതിന് റൂഫൊക്കെ ചെയ്ത് ചിലവ് കൂടുതലാണ്. ഇത് വളരെ ചിലവ് കുറവാണ്. പുക ഇട്ടു, ഇതിനകത്ത് കുറച്ച് പുക പുറത്തോട്ട് വരുന്നുണ്ട്, അത് കുഴപ്പമില്ല. ഇതാണ് മുകളിൽ പാകിയിരിക്കുന്നത്. ചാക്കാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. ചാക്ക് നമുക്ക് എടുത്ത് മാറ്റാം, എടുത്തിടാം. എൻ്റെ അനുഭവത്തിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇതുപോലുള്ളൊരു പുകപ്പുര നിങ്ങൾ പരീക്ഷിക്കുക, നിങ്ങൾക്കും വിജയം ഉണ്ടാവും. ഇതിലിട്ട ഷീറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും, നല്ല കറുപ്പ് ലഭിക്കുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോയുമായി ഞാൻ വരും. നന്ദി, നമസ്കാരം.